നിസാം പറയൂ. ഉറങ്ങിപ്പോയോ? സോറി 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 ആ കേൾക്കാമോ? പറയൂ. ആ പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. ജിഹാദിയാണോ? അതെ, പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലാണ്. ഓക്കെ. ആക്ച്വലി ആദ്യത്തെ ഈ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് ആക്ച്വലി വലിയ എഗ്രിമെന്റ് ഇല്ല. ഞാന് വിശ്വാസമായിരുന്ന സമയത്ത് ഒരു എക്സ്ട്രീം ആയിട്ട് മൈൻഡ് സെറ്റിൽ നടന്നിരുന്ന ആളല്ല. അപ്പൊ എനിക്ക് അത് കേൾക്കുമ്പോ അപ്പൊ അങ്ങനെ ഒരു വിഭാഗം അതിലുണ്ടെന്ന് ആരും പറയുന്നുണ്ടോ? നമ്മൾ 50-50 ചാൻസ് അല്ലേ നമ്മൾ പറയുന്നത് നിലവിൽ. ഓക്കെ. അപ്പൊ ഈ ഞാൻ വളരെ സോഷ്യലായിട്ട് നടന്നിരുന്ന ഒരാളാണ്. ഞാനും മറ്റേ നമ്മൾ പറയില്ല ഈ 10 മാസം, സോറി 10 മാസമല്ല, 11 മാസം തൊപ്പി, 1 മാസം ചിപ്പി എന്ന് പറഞ്ഞ ആളായിരുന്നു ഞാൻ. ഓ അതെ, ഡിസ്റ്റർബൻ ആണ്. ഞാൻ ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് ഇത് തീരെ ഡൈജസ്റ്റ് ആവുന്നില്ല. ആരിഫ് ഈ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മളെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാര്, ഒരുപാട് ആൾക്കാർ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, അതായത് മീൻസ് ബിലീവേഴ്സ് ആയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ പോലെ ഉള്ള ആൾക്കാരാണ് എന്റെ ഒരു സറൗണ്ടിങ്സിൽ ഉണ്ടായിരുന്നത്. അവരൊന്നും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വിഷയം ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ ഒരു 30 വർഷം മുന്നേ, ഓക്കെ, ഒരു 30-40 വർഷം മുന്നെയാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പറയേണ്ട ആവശ്യമില്ല. ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്നുള്ള ഒരു വാദം നമ്മൾ വെക്കുന്നത് അന്ന് ആവശ്യമില്ല. നിലവിൽ അത് ആവശ്യമുണ്ട്. ബിക്കോസ് ഇവിടെ ഈ സലഫി ദാവ ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ചെയ്യുകയും ഈ സലഫിസ്റ്റ് ഈ ജിഹാദി ആശയങ്ങൾ ഇവിടെ കൂടുതൽ പ്രചരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷകരാകുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഓൾമോസ്റ്റ് അതിൻ്റെ പീക്കിലാണെന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ മേ ബി ഒരു നെക്സ്റ്റ് ഒരു 20 years 30 years ഒക്കെ കഴിയുമ്പോൾ ഇത് വീണ്ടും കുറയും. അന്നും ഈ സാധനം പറയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കാര്യമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. കാരണം ഓരോ മുസ്ലിമും ഇത്തരത്തിലുള്ള ആശയങ്ങളോട് ചേർന്ന് നിൽക്കാനും അതിനോട് എക്സ്പോസ്ഡ് ആകാനുള്ളൊരു സാധ്യത ഇന്ന് നിലവിൽ കൂടുതലാണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, എപ്പോഴാണ് ഒരു വ്യക്തി ജിഹാദി ആകുന്നത്? ആ മുസ്ലിമിൻ്റെ ഉള്ളിൽ മതം എത്ര അളവിലുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് അയാൾ ജിഹാദിയാണോ അല്ലയോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. പണ്ട് കാലത്ത് ഒരു വിശ്വാസിയിൽ, ഒരു മുസ്ലിമിൽ ഇസ്ലാം കൂടിയ അളവിലുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. എന്നാൽ ഈ സലഫി ദാവ ഇൻഫ്ലുവൻസ്, ഈ സലഫി പള്ളികളും അതുപോലുള്ള സാധനങ്ങളും ഇപ്പോൾ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ ഒരുപാട് മുസ്ലിങ്ങളിലേക്ക് ഈ ആശയങ്ങൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു സമസ്ത എന്നും വലിയ കുഴപ്പമില്ല, EK സുന്നി വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഇന്ന് EK സുന്നികളിൽ പോലും ഈ പറയുന്ന ആശയമുള്ള ആളുകളാണ്. അതിന് ഉദാഹരണമാണ് സിംസാറുൽ ഹക്ക് ഹുദവി, നമ്മളുടെ മറ്റേ കാസിമിയെ പോലെയുള്ള ഉസ്താദുമാർ ഒക്കെ ഇപ്പോൾ വളരെ തീവ്രമായിട്ട് ഈ സാധനങ്ങൾ പറയുന്ന ആളുകളാണ്. ജൂതവിരുദ്ധതയായാലും അതുപോലെ തന്നെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പറയും. ഇപ്പോൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്നൊരു നിലപാട്, ആ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്ന നിലപാട് പോലും ഒരു ജിഹാദാണ്. അത് ഇന്ന് കൂടുതൽ മുസ്ലിങ്ങൾ പറയുന്നു. പണ്ട് നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഓണം വരുമ്പോൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുകയും അതിനുവേണ്ടി നിൽക്കുന്ന ആളുകളായിട്ട് മാറുന്നത് എവിടുന്നാണ്? ആ മുസ്ലിമിൽ ഈ വിശ്വാസത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആളുകൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കുഴപ്പമെന്ന് പറയുമ്പോൾ വാള് മാത്രമല്ല, അത് ഓപ്പറേഷനായിട്ട്, അതല്ലെങ്കിൽ ഇതുപോലെ വീടുകളിൽ നടത്തുന്ന അവരുടെ നിലപാടുകൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഹിജാബ് അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പല ആംഗിളിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. അതൊക്കെ കഴിഞ്ഞാണ് കൂടുതൽ അതിനകത്ത് വളരെ പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള ആളുകളായി കഴിയുമ്പോൾ അവർ സിറിയയിലേക്ക് പോകുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സാധ്യത, ഇപ്പോൾ ISIS റിക്രൂട്ട്മെൻറ്റൊക്കെ ഏറ്റവും കൂടുതൽ നടന്നത് എപ്പോഴാണ്? ഈ 2010 ആ കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ, ജോസഫ് മാഷ കൈവിട്ട് സംഭവിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത്, അവിടെയാണ് ഈ പറയുന്ന ജിഹാദ്, ഈ പറയുന്ന സലഫി ദാവ ഇൻഫ്ലുവൻസ് ഇവിടെ വേരൂന്നിയത് അതിൻ്റെ പീക്കിലേക്ക് എത്തുന്ന ഒരു പീരീഡിലേക്ക് വന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇത് ഇവിടുന്ന് കുറയും. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഓരോ മുസ്ലിമിലും ഈ വിശ്വാസം കൂടുതലുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അവർ ഇതുപോലെ ജിഹാദി ആശയങ്ങൾ അത് പൊക്കി വെക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്നു. ഇനി ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ആസാദ് നൂറിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ഊബർ വിളിക്കുന്നു, ഓല വിളിക്കുന്നു, കാറ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു കാർ ഡ്രൈവറായിട്ട് വരുന്ന ഒരു ആൾ, അയാളുടെ പേരൊരു മുസ്ലിം പേരാണ് എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അയാൾ ഭയക്കേണ്ട ഏതെങ്കിലും സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ആസാദ് നൂറും ആ രീതിയിൽ ഭയന്നിരുന്ന ആളല്ലായിരുന്നു.
എന്ന് വരെ ഒരു ദിവസം അയാൾ വണ്ടി കയറിയപ്പോൾ അയാൾ ഈ പറയുന്ന മുസ്ലിം പേര് കണ്ടു. അപ്പോഴും അയാൾ ഭയക്കാതെ അവിടെ ഇരുന്നു. പക്ഷേ അവസാനം വണ്ടി ഇറക്കി പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഡ്രൈവർ അപ്പോൾ തന്നെ ഒരു ജിഹാദിയായി മാറുകയും കയ്യിലുണ്ടായിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന എന്തോ ആയുധം എടുത്തിട്ട് എന്തോ സ്പാനറോ എന്തോ എടുത്തിട്ട് ഇവൻ ആക്രമിക്കുകയും ചെയ്യാണ്. എന്താ കാരണം? ഇവൻ വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്ന ഡ്രൈവർ കാണാറുണ്ടായിരുന്നു. അസാദ് നൂർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസമാക്കിയിരുന്ന ഒരു അഭയാർത്ഥിയായിരുന്നു, എക്സ് മുസ്ലിം ആയിരുന്നു. അയാൾ ആക്രമിച്ചു, അയാൾ ഹോസ്പിറ്റലിലായി. അയാളെ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവ് മുതൽ പല കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തു. അയാളെ ഇവിടെ കേരളത്തിൽ വരെ കൊണ്ടുവന്ന് അയാൾക്ക് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. അവസാനം അയാൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തും ഇന്ന് ആൾ കാനഡയിൽ ജീവിക്കുകയാണ്, തസ്ലീമ നസ്രീനെ കുറിച്ച് പറഞ്ഞ പോലെ. അപ്പോൾ ഇനിയൊരു സമയത്ത് ഇയാൾ ഒരു ഊബർ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മുസ്ലിം പേരുകാരനെ കാണുമ്പോൾ അയാൾ പേടിക്കുമല്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു വിഷയത്തിൽ ഒരു തരത്തിലും മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളും ചെയ്യാത്ത തരം ക്രൈമുകൾ ഈ മതത്തിൻ്റെ പേരിൽ ഇവരെടുത്ത് വെക്കുകയും അത് ചെയ്യുന്നത് നിരന്തരമാവുകയും ചെയ്യുമ്പോൾ അടുത്ത തവണ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഇവരെ സംശയിക്കാനുള്ള സാധ്യത കൂടും. ആരിഫ്, അതൊക്കെ ഓക്കെ, പക്ഷെ എന്നാലും ഇതിലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പെർസെന്റേജ് ഓഫ് ആൾക്കാർ, ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരും ഇതിലേക്ക് പോവാത്ത ആൾക്കാരും ഇല്ലേ? എത്ര പെർസെന്റേജ് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ അങ്ങനെയുള്ള ഒരാളായിരുന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹിന്ദുക്കളിൽ എത്ര പെർസെന്റേജ് ഈ തീവ്രാശയം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും? നമുക്ക് പറയാൻ പറ്റുമോ? പറ്റും. 2014 ശേഷം ഒരുപാട് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാര് ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞ ആശയത്തിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ ഉണ്ട്. ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം എന്ന് പറയുമ്പോൾ 2014 ശേഷം വളരെ ഓപ്പൺ ആയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളുകളെ ഞാൻ പേഴ്സണലി ഇതിന് മുൻപ് കാണാത്ത അല്ലെങ്കിൽ സംസാരിക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോ എങ്ങനെ? മുസ്ലിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ വെറും മുസ്ലിം ആയതിനു ഭാഗം മാത്രമായിട്ട്, അതായത് ഇപ്പൊ ഞാനൊരു മുസ്ലിം ആണെങ്കിൽ വെറും മുസ്ലിം ആയാൽ മാത്രം മതി, ഞാനൊരു തീവ്രവാദി ഒന്നും ആവേണ്ട ആവശ്യമില്ല. മോമട്ടൻ അല്ലെങ്കിൽ ഇപ്പം പല ഹിന്ദി സിനിമയിലൊക്കെ പറഞ്ഞ മോമട്ടൻ എന്നൊക്കെ പറയുന്ന മാതിരി വളരെ വർഗീയമായിട്ട് ഹിന്ദുക്കള് സംസാരിക്കുന്നത് ഞാൻ പേഴ്സണലി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എത്ര ശതമാനം ആളുകൾ അങ്ങനെ ഒരു ആരിഫ്, ഞാൻ എങ്ങനെ ശതമാനം പറയാം? ഒരു ഏകദേശം പറയാലോ. ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല, ഞാൻ ഇസ്ലാമിലത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സലഫി ആശയം എതിർക്കുന്നില്ലല്ലോ ഇസ്ലാമിന്റെ ആ കാര്യം. ഞാൻ ആരിഫിന്റെ അടുത്ത് ഞാൻ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ അതിനാണ് ഈ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കണേ? അല്ല ഞാൻ എനിക്ക് വിഷമൊന്നുമില്ല. ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആക്ച്വലി ഓക്കെ, അത് വിട്ടുകള്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം 2014 ശേഷം ഞാൻ വിസിബിളി കണ്ടിട്ടുണ്ട്. എത്ര പെർസെന്റേജ് വരെ ഉണ്ടാവുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊക്കെ പോട്ടെ, ഞാനിപ്പോ നേരത്തെ ആളോടും ചോദിച്ചൊരു ചോദ്യമാണ്. ഈ റാഡിക്കലൈസേഷൻ വിഷയം ഇവിടെ നടക്കുന്നതിന്റെ പേരിൽ ഈ പറയുന്ന റാഡിക്കലൈസേഷൻ ഡ്രൈവ് ഇവിടെ നടത്തുമ്പോൾ അത് ഏത് ആശയം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നടത്തേണ്ടി വരുന്നത്? അതിൽ ഹിന്ദു നാഷണലിസ്റ്റുകൾ ഉണ്ടോ? അത് ഇസ്ലാമിസ്റ്റ് ആണ് മെയിനായിട്ട് അല്ല, ഒരു 95% എന്ന് ഞാൻ പറയും. എന്താ വെച്ചാൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അവര് നമ്മളെ എന്താന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാല് അൾട്ടിമേറ്റ്ലി ഈ ഒരു ദീൻ എന്ന് പറഞ്ഞ ആശയം അവർക്കില്ല. ഓക്കെ, അതല്ല ഞാൻ ചോദിച്ചത്. അതായത് ഈ ഇത്രയും ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ, അതിനകത്ത് എത്ര പേര് ഈ പറയുന്ന മറ്റു മതങ്ങളിൽ നിന്ന് വരുന്നുണ്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അതില് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ 95% മുസ്ലിങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, ഈ 95% ഒന്നുമില്ല, അവർ 80-85% ആണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ കണക്കാ പറയുന്നത്. അതെ, അത് 80-85% ആണ് ഈ പറയുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോലും ഇത്തരം ഇപ്പൊ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ പോലും നമ്മൾ കാണുന്ന ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത്. ബാക്കി കൂടുതലും മാവോയിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ട് നടക്കുന്ന ആളുകളാണ് അതിനകത്ത് മറ്റൊരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത്. അപ്പോഴും മറ്റു മതത്തിൽ നിന്നുള്ള ആളുകളൊന്നുമില്ല. ഞാൻ പറയുന്നത് ചോദിക്കണതാണ്. അതായത് ഇപ്പോൾ 80% ആണെന്ന് തന്നെ കൂട്ടാം, അല്ലെങ്കിൽ 90 ആണെന്ന് തന്നെ കൂട്ടാം. അങ്ങനെ ആ 90 എന്ന് പറയുമ്പോൾ അവർ സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണോ, അതോ അവർ ഏതെങ്കിലും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ടെറർ ഓർഗനൈസേഷനിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടൊക്കെ വന്ന് പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളാണോ?
അതല്ല, സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി. ഓക്കെ, ഈ സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് എത്തി ഇവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ റാഡിക്കലൈസേഷന് വേണ്ടിയിട്ട്? കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ എന്ന് വെച്ചാൽ അല്ല, പിന്നെ അതിന്റെ ഇടയിൽ അതൊക്കെ എന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോകും നീ നിസാം. എന്ന് വെച്ചാൽ എന്താന്ന് പറയും? കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, വേറെ എന്താ പറയാ. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ സംസാരിക്കണ ഞാനൊരു ജിഹാദിയാണോ അല്ലെന്ന് പോലും ആരിഫിനിപ്പം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇതൊരു ഇപ്പോൾ ജോസഫ് മാഷിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ കണ്ടാണ് ഈ എന്താണ് തസ്ലീമ നസറീൻ അവാർഡ് കൊടുത്ത് ആ വാർത്ത പബ്ലിഷ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ നിങ്ങൾ കണ്ടിരുന്നു? ഞാൻ അതുകൊണ്ടാണ് ആരിഫിനോട് ഒരു 100 വായിക്കണം എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 5 വായിച്ചു കഴിഞ്ഞാൽ അവര് പറയും സെലക്റ്റീവ് ആയിട്ട് വായിച്ചെന്ന് പറയും. അത് എടുത്തു വെച്ച് മൊത്തം വായിക്കണം എന്നാണല്ലേ പറഞ്ഞു? അതെ, അല്ല അതുകൊണ്ടാണ് ഞാൻ അതിൽ കമന്റ് ചെയ്തത് 100 മിനിമം ആരിഫ് വായിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഇത് ആൾക്കാര് മനസ്സിലായില്ല. അപ്പൊ അത് ഇല്ലെങ്കിൽ പറയും സെലക്റ്റീവ് ആയിട്ട് വായിച്ചെന്ന് പറയുള്ളൂ. അതാണ് ഈ ചെങ്ങന്മാരുടെ പ്രശ്നം. ഒരു കാര്യം, അപ്പൊ അത് കണ്ടല്ലോ. അപ്പൊ അവിടെ വന്നിട്ട് ഈ കമന്റ് ഇടുന്ന ആളുകളെ തിരുത്തുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ? അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കാണാൻ പറ്റൂല ചെങ്ങായി, എന്താ പറയണത്? ഇനി ഈ സെയിം ദിവസങ്ങളിൽ നമ്മളുടെ ശശികല ടീച്ചറുടെ വാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ചില പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ താഴെ പോയിട്ട് നോക്കി. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ല. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു നാമധാരികളെ നമുക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മീൻസ് എതിർക്കണതോ നമുക്ക് കാണാൻ പറ്റും. അത് വിസിബിൾ ആണത്. അപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവര് ടെററിനെതിരെ ഈ വയലൻസിനെതിരെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നിസാം. പറയൂലോ, അതല്ലേ പ്രശ്നം. അതന്നെയല്ലേ പ്രശ്നം, അതല്ലേ നമ്മളും പറയുന്നത്. അപ്പോൾ നമ്മൾ അത് മുസ്ലിങ്ങൾക്ക് തോന്നണം ഈ പറയുന്ന വിഷയം നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അതെങ്ങനെ തോന്നുക? അല്ല, ഞാൻ ആക്ച്വലി ഒരു വിശ്വാസമായിരുന്ന സമയത്ത് എനിക്ക് ഹമാസിനോടോ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ അതിനെ കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അത് വേറെ കാര്യം. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യം പറയട്ടെ. അതായത് ആരിഫ, ഈ കമ്മ്യൂണിസ്റ്റിനെ പറ്റിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയണല്ലേ, നമ്മളെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമൊന്നുമില്ല. അതില്ല, ഓക്കെ. അല്ല, അപ്പൊ നമ്മള് അപ്പൊ നമ്മളെ നാട്ടിൽ ഞാനൊരു അനുഭവിയാണ് കേട്ടോ. അപ്പൊ നമ്മളെ അതെ, അപ്പൊ അനുഭവം എന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ ആരിഫ് പറഞ്ഞ മാതിരി ഞാൻ അതിനെ എക്കണോമിക്കലി ഞാൻ അതിനെ അംഗീകരിക്കണമൊന്നുമില്ല. ആക്ച്വലി നമ്മളെ നാട്ടിൽ കമ്മ്യൂണിസം ഇല്ല. പിന്നെ നമ്മൾ ഈ CPM-നെ പറ്റി നമ്മൾ എന്തിനാണ് ഈ അവർ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരെ ഭരണത്തിന് നമ്മൾ കുറ്റപ്പെടുത്തിയാ പോരെ. എങ്ങനെ മനസ്സിലായില്ല? അതായത് നമ്മളെ നാട്ടില് ഇപ്പൊ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഭരിക്കുന്നുണ്ട്. അവര് ആക്ച്വലി കമ്മ്യൂണിസ്റ്റ് ഭരണമോ ഒന്നും നമ്മളെ നാട്ടിൽ നടത്തുന്നില്ല. ഇല്ല. അപ്പൊ നമ്മൾ അവരെ കമ്മ്യൂണിസത്തിന്റെ പേരിൽ എന്തിനാണ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ചോദിക്കുന്നത്. അവര് പറയുന്നത് അവര് പൊക്കി വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അവര് അങ്ങനെ പൊക്കി വെക്കുന്നുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും വെക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ തോമസ് ഐസക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതില് ആള് ഈ PM ശ്രീ വിഷയത്തിലാണ് ആളും പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ആള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഒരു ആശയമാണ്, ഞങ്ങൾ അതിനെതിരാണ് എന്നാണ് പുള്ളി പറഞ്ഞതിന്റെ ആകത്തുക. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ആശയത്തോട് എതിര് ഞങ്ങൾ ചെയ്യുന്നത് അതല്ല, എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ എന്താണ്? എന്നിട്ട് അവർ എന്തെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ആക്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ടോ? നടപ്പിലാക്കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാലോ, നിസാമിന് അറിയാലോ, ഈ കമ്മ്യൂണിസ്റ്റ് ആശയം എവിടെയെങ്കിലും നടപ്പിലാക്കിയിട്ട് അത് വിജയിച്ചതിന്റെ ഒരു ഉദാഹരണം ഉണ്ടോ? വിജയിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ നടത്തുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. നടപ്പിലാക്കുന്നുണ്ടല്ലോ. അവര് നടപ്പിലാക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയിൽ ഏറ്റവും മിനിമം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനം എന്താണ്? ഫെയർ പ്ലേ. അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫെയർ കോമ്പറ്റീഷൻ. ഇവർ കോമ്പറ്റീഷന് കില്ല് ചെയ്യാണ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ
അവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അവിടെ ഫങ്ഷൻ ചെയ്യില്ല. ഇവരെന്ത് ചെയ്യും? ഇവർ ക്യാപിറ്റലിസത്തെ തകർക്കുന്നു, അതിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആദ്യം തകർക്കുന്ന സാധനം ഈ പറയുന്ന ഫെയർ പ്ലേ, ഈ ഫെയർ കോമ്പറ്റീഷനാണ്. അത് തകർത്ത് കഴിയുമ്പോൾ ക്യാപിറ്റലിസവും വർക്ക് ചെയ്യില്ല, ഈ സോഷ്യലിസവും വർക്ക് ചെയ്യില്ല. അവസാനം ഇതിന്റെ ബുദ്ധിമുട്ട് ആരാണ് ഫേസ് ചെയ്യുക? ഇവിടുത്തെ ജനങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ജനങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അവർ ക്യാപിറ്റലിസം നടത്തുന്നില്ല എന്നുള്ള ഒരു വാസ്തവം. ക്യാപിറ്റലിസം BJP പോലും മര്യാദ നടത്തുന്നില്ലല്ലോ. അതിനല്ലേ നമ്മൾ പറയുന്നത്. സോറി ക്യാപിറ്റലിസം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കമ്മ്യൂണിസം നടത്തുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് 100% ഇപ്പൊ ഒന്നും നടത്തുന്നില്ല. ക്യാപിറ്റലിസം പോലുള്ള മര്യാദയ്ക്ക് BJP പോലും നടത്തുമ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് നമ്മളെ നാട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനല്ല എന്ന് പറയുന്നതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ലാൻഡ് റിഫോർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നടത്തിയതിൽ ഒരുപാട്, അതായത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. ഒരുപാട് ആൾക്കാർ അതിനെ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്ന നെഗറ്റിവിറ്റി ഞാൻ മാറ്റി വെക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ബട്ട് ഈ ലാൻഡ് റിഫോർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേക്ക് ശേഷം നടന്നതിൽ വളരെ എന്താ പറയാ അവേക്കനിങ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അതിനെക്കൊണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഇതേ പഴയ നിയമങ്ങൾ കാരണം ഇന്ന് അതുകൊണ്ട് ദുരിതം ഉണ്ടാവുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയും? പഴയ നിയമം അത് ലാൻഡ് റിഫോർമേഷൻ നമുക്കിപ്പോ ഒന്നും ഇല്ലല്ലോ. അല്ല, അത്തരം നിയമങ്ങളും അതുപോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അത് കാലങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് പോകണ്ടേ? പരിഷ്കരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ആക്ച്വലി അത് ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മളെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നമ്മൾ സോക്കോൾഡ് എന്ന് പറയുമ്പോൾ അവർക്ക് കമ്മ്യൂണിസം ഒന്നും ഇല്ല. അവര് ഇന്ത്യയില് എന്താണ് പൊളിറ്റിക്കലി ചെയ്യുന്നത് നടക്കുന്നത് അതുപോലെ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ കുറ്റം പറയുന്ന സമയത്ത് അവർ കമ്മ്യൂണിസ്റ്റ് ആണ്, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവർ കമ്മ്യൂണിസം ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. ഞാനൊരു പോസ്റ്റ് വായിക്കാം. ഏതായാലും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ ഈ ലാൻഡ് റിഫോർമേഷൻ ആക്ട് നടത്തിയെന്ന് പറഞ്ഞല്ലോ, അത് ഇന്ന് നടത്താൻ പാടുണ്ടോ? അല്ല, അപ്പൊ അത് അന്ന് ശരിയാണെങ്കിൽ ഇന്ന് ശരിയാവണ്ടേ? അന്ന് തന്നെ അത് തെറ്റായിരുന്നു. പക്ഷെ അന്നത്തെ വ്യവസ്ഥയിൽ എന്താണ് ലാൻഡ് റിഫോർമേഷൻ ആക്ട്? നമ്മൾ ലാൻഡ് റിഫോർമേഷൻ ആക്ട് നേതാവായിട്ട് പറയുമ്പോൾ എന്താണ് ലാൻഡ് റിഫോർമേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് സംശയം എന്താണ് ലാൻഡ് റിഫോർമേഷൻ ആക്ട്? അന്ന് ഒരുപാട് സ്ഥലങ്ങളും പ്രോപ്പർട്ടീസും ഉണ്ടായിരുന്നത് ഈ എന്താ പറയുന്നത് നമ്മളെ ഈ കയ്യിലായിരുന്നു. അപ്പൊ അത് ഇത്ര ഏക്കറിന്റെ മുകളിലുള്ള ആളുകള് ഉള്ള സ്വത്തുക്കള് ഈ മറ്റുള്ള ആളുകൾക്ക് എടുത്ത് പതിച്ചു കൊടുക്കണം എന്നുള്ള നിയമമാണ് ഉണ്ടായിരുന്നത്. അല്ല, ആർക്ക് പതിച്ചു കൊടുക്കുന്നു അതുകൂടി പറയും. അന്നുണ്ടായിരുന്ന അതില് വർക്ക് ചെയ്തിരുന്ന എന്താ പറയാ, അതിനുള്ള ടേം എനിക്കറിയില്ല. അതെ, അതിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ആ ഉടമസ്ഥന്റെ കയ്യിൽ ഭൂമി എടുത്തിട്ട്, അതെ, ജന്മിയുടെ കയ്യിൽ നിന്ന് ഭൂമി എടുത്തിട്ട് കുടിയാന്മാർക്ക് കൊടുക്കുന്നു. അത് ഇന്ന് ആശയപരമായിട്ട് ശരിയാണോ? നമ്മൾ ഒരാളുടെ ഭൂസ്വത്ത് എടുത്തിട്ട് അവിടെ പണിക്ക് കൊടുക്കുന്നത് ശരിയാണോ? കോണ്ടെക്സ്റ്റ് മുഖ്യം പോക്കിരി ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ തെറ്റല്ലേ അത്? അപ്പൊ ആശയപരമായിട്ട് തെറ്റല്ലേ? അല്ലല്ല, തെറ്റല്ലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനധികൃതം അല്ല പോക്കിരി, അന്ന് അനധികൃതമായിട്ട് ഒരുപാട് ആൾക്കാർ സ്വത്തുക്കൾ കയ്യിൽ വെച്ചിരുന്നു. ഒരു പോസ്റ്റ് അത് നിങ്ങളുടെ ഒരു അനുമാനല്ലേ? എല്ലാവരും അങ്ങനെ ചെയ്തു നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പരമ്പരാഗതമായിട്ട് സ്വത്ത് എല്ലാവരും ഇന്ന് പരമ്പരാഗതമായിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ജന്മി ഇന്നുണ്ടെന്ന് വിചാരിക്കാം. അതായത് അയാളുടെ അച്ഛൻ്റെ ഒക്കെ ജന്മിയായിരുന്നു, അയാളുടെ കയ്യിൽ സ്വത്തുണ്ട്. ഇന്ന് ആ സ്വത്ത് പിടിച്ചെടുത്ത് കുടിയാന്മാർക്ക് അല്ലെങ്കിൽ അവിടെ പണിക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ന്യായമാണോ? അല്ലേ? ഞാൻ ആശയത്തെയാണ് പറയുന്നത്. അത് അന്ന് ശരിയാണെങ്കിൽ ഇന്ന് ശരിയാവണം, ഇന്ന് ശരിയല്ലെങ്കിൽ അന്ന് ശരിയല്ല. അങ്ങനെയാണ് നമ്മൾ അതിന് പറയുന്നത്. നിസാം, ഈ ലാൻഡ് റിഫോർമേഷൻ ആക്ട് ആ സംഗതി കൊണ്ട് ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു തകരാറ് എന്താണെന്നറിയോ? ഇന്ന് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഈ ലാൻഡ്, ഈ ഫാം ലാൻഡ് എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റ് ചെയ്തു പോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു ലാഭകരമായ രീതിയിൽ കൃഷി ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാൻഡ് കിട്ടാതെയായി. ആളുകൾ പല ലാൻഡുകളും വീട് വെച്ചും മറ്റൊക്കെ മാറുന്നതോടുകൂടി ഈ സാധനം ഫ്രാഗ്മെന്റ് ചെയ്തു പോയി. ഈ കേരളം ഇന്നും ഈ കൃഷിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലാൻഡ് ഫ്രാഗ്മെൻറ്റേഷനാണ്.
ഒരു കാര്യം അത്. ഇനി ഇവിടെ പ്രശാന്ത്, നമ്മളെ പഴയ കളക്ടർ ബ്രോ എഴുതിയൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായി വന്നത് ഒന്ന് ഞാൻ ജസ്റ്റ് വായിക്കാം. കുറേ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട്. ഒന്ന് വായിക്കാം. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? യെസ്. തോട്ടവിളകൾ മാറേണ്ട കാലം. മലയാളിയുടെ മനസ്സിലെ കർഷകന് എന്നും ഒരൊറ്റ രൂപമാണ്. ദാരിദ്ര്യവും കടക്കണിയുമായി ഒരു തുണ്ട് ഭൂമിയിൽ കഷ്ടപ്പെടുന്ന പ്രായം ചെന്ന ഒരാൾ. എന്നാൽ നമ്മുടെ മണ്ണിലുള്ള യഥാർത്ഥ സാധ്യതകൾ തിരിച്ചറിഞ്ഞാൽ ഈ ചിത്രം മാറും. അപ്രിയ സത്യം പറയട്ടെ, ആ മാറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത് നിയമത്തിൻ്റെ ചില പഴയ കെട്ടുപാടുകൾ മാത്രമാണ്. കാർഷിക മേഖല നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് ശരിയാണ്. കർഷകനെ കെട്ടിയിടുകയും അയാൾക്ക് ഇഷ്ടമുള്ളത് കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്താൽ കൃഷി എന്നും നഷ്ടത്തിൽ തന്നെയായിരിക്കും. കർഷകന് സ്വാതന്ത്ര്യം നൽകി നോക്കൂ, അയാൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിവുണ്ടെന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു പഴയ നിയമത്തെപ്പറ്റി പറയാം. ഭൂപരിഷ്കരണ നിയമം. കേരളത്തിൻ്റെ ഭൂപരിഷ്കരണം ഒരു ചരിത്ര വിജയമായിരുന്നു. നാടുവാഴികൾ കൊണ്ടു നടന്ന ജന്മിത്തം അവസാനിപ്പിച്ച് കുടിയാന്മാർക്ക് അവകാശവും അന്തസ്സും നൽകിയ മഹത്തായ നിയമം. പക്ഷേ പാവപ്പെട്ടവന് ഭൂമി നൽകി മോചിപ്പിച്ച അതേ നിയമം ഇന്ന് 2025 കർഷകൻ്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 81-ാം വകുപ്പാണ്. 1960കളിൽ ഉണ്ടാക്കിയ നിയമം തേയില, കാപ്പി, റബ്ബർ, ഏലം, കറുവപ്പട്ട എന്നീ വിളകളുടെ പേരിൽ ഏതാണ്ട് 7 ലക്ഷം ഹെക്ടർ ഫലഭൂയിഷ്ഠമായ ഭൂമിയെ ഒരു നിയമക്കൂട്ടിനുള്ളിൽ പൂട്ടിയിട്ടു. കൊക്കോ പിന്നീട് 1985 ഉൾപ്പെടുത്തി. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഈ 6 ഒറ്റവിള കൃഷികളെ, മോണോക്രോപ്സ്, നിലനിർത്താൻ വേണ്ടിയുള്ള നിയമം ഇന്ന് കാലഹരണപ്പെട്ട നിയമബാധ്യതയായി മാറിയിരിക്കുന്നു. കേരളം ഒരു സാധാരണ ഭൂമിയല്ല. കടൽ തീരം മുതൽ മലമുകളിലെ തണുപ്പ് വരെ 13 തരം കൃഷി കാലാവസ്ഥാ മേഖലകൾ, വർഷത്തിൽ 8 മാസം മഴ തരുന്ന 2 മൺസൂണുകൾ. ഈ അമൂല്യമായ സമ്പത്ത് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏറ്റവും കുറഞ്ഞ വരുമാനം തരുന്ന 6 അശാസ്ത്രീയ ഒറ്റവിളകൾ കൃഷി ചെയ്യുന്നു. അതായത് ഈ 6 വിളകൾക്ക് മാത്രം ലാൻഡ് സീലിംഗ് ബാധകമല്ല. ഇന്നത്തെ കണക്ക് നോക്കൂ. 10 ഏക്കർ റബ്ബറിൽ നിന്ന് കഷ്ടിച്ച് 2 ലക്ഷം രൂപ ലാഭം കിട്ടുമ്പോൾ അതേ മണ്ണിൽ ശാസ്ത്രീയമായ റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവ കൃഷി ചെയ്ത് മൂല്യവർദ്ധനവ് നടത്തിയാൽ 15 ലക്ഷം മുതൽ 25 ലക്ഷം വരെ വരുമാനം നേടാനാകും. റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, അവക്കാഡോ തുടങ്ങിയ ഫലങ്ങൾ നൽകുന്ന വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ റബ്ബർ, കാപ്പി, തേയില, ഏലം, കൊക്കോ, കറുവപ്പട്ട എന്നീ 6 പരമ്പരാഗത വിളകൾ ഒന്നുമല്ല. ഒരു കർഷകന്റെ അന്തസ്സ് മെച്ചപ്പെട്ട വരുമാനം നേടി മാന്യമായി ജീവിക്കുന്നതിലാണ്. നിയമങ്ങൾ അതിന് തടസ്സം നിൽക്കരുത്. കാലത്തിനനുസരിച്ച് മാറണം. കാലഹരണപ്പെട്ട 6 വിളകൾ കൂടാതെ കാലാകാലങ്ങളിൽ കൃഷി വകുപ്പ് നോട്ടിഫൈ ചെയ്യുന്ന വിളകൾ കൃഷി ചെയ്യാൻ എസ്റ്റേറ്റുകളെ അനുവദിച്ചാൽ കേരളം ഒറ്റ വർഷം കൊണ്ട് മാറിമറിയും. ഈ വലിയ എസ്റ്റേറ്റുകൾ കുടുംബശ്രീ, കൃഷിക്കൂട്ടം, കർഷക സംഘങ്ങൾക്ക് കരാറിലേർപ്പെട്ട് കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം. കൃഷി വകുപ്പ് അംഗീകരിച്ച സഹകാരി സർവീസ് ലെവൽ കരാറുകൾ ഇതിനായി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. കേരളം ഒരു വർഷം 40 ലക്ഷം ടൺ പഴങ്ങളും 25 ലക്ഷം ടൺ പച്ചക്കറികളുമായി ആണ് ഭക്ഷിക്കുന്നത്. ആഭ്യന്തര ഉൽപ്പാദനം ഇതിൻ്റെ പകുതിയിൽ താഴെ മാത്രവും. നമ്മുടെ ഫലഭൂയിഷ്ഠമായ തോട്ടങ്ങൾ നിയമത്തിൻ്റെ ചങ്ങലകളിൽ കിടക്കുമ്പോൾ നമ്മൾ അശാസ്ത്രീയമായി കീടനാശിനികൾ ഉപയോഗിച്ച് വളർത്തിയ പച്ചക്കറികൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നു. അശാസ്ത്രീയമായി ഉപയോഗിച്ച കീടനാശിനികൾ ഉപയോഗിച്ചെന്നാണ് കേട്ടോ. കീടനാശിനികൾ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, അത് ശ്രദ്ധിക്കാം. കീടനാശിനികൾ ആവശ്യത്തിന് ഉപയോഗിക്കാം, ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വിഷം കഴിച്ചാണ് വളരുന്നത്. നമ്മുടെ തോട്ടങ്ങളെ കയറ്റുമതി നിലവാരമുള്ള പഴങ്ങൾക്കും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കുമായി തുറന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരമാകും. കയറ്റുമതിക്കായി കൃഷി ചെയ്യുമ്പോൾ ഫൈറ്റോ സാനിറ്ററി മാനദണ്ഡങ്ങൾ രോഗകീട വിമുക്തമാക്കാനുള്ള കർശനമായ നിലവാരം പാലിച്ചേ മതിയാകൂ. അതോടെ തോട്ടങ്ങളിൽ വിളയായി കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ പോലും കയറ്റുമതി നിലവാരത്തിലെത്തും. അങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുന്നത് സുരക്ഷിതമായ, ഫ്രഷായ, ലാഭകരമായ, ലോകോത്തര ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. ഈ 6.85 ലക്ഷം ഹെക്ടർ തോട്ടങ്ങളെ വൈവിധ്യവൽക്കരിച്ച് ആധുനികവൽക്കരിച്ചാൽ കേരളത്തിന് പ്രതിവർഷം 27,000 കോടി മുതൽ 45,000 കോടി വരെ അധിക വരുമാനം നേടാൻ കഴിയും. മൂല്യവർദ്ധനവ് പ്രോസസ്സിങ്ങിൽ കൂടി ചേർത്താൽ ഈ കണക്ക് 50,000 കോടി കടക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും വിശദമായ കണക്കുകൾ സഹിതം വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് കൺസൾട്ടന്റുകളെ കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യിപ്പിച്ച് റിപ്പോർട്ടാക്കിയ വസ്തുതകളാണ് ദിവാസ്വപ്നമല്ല. ചുരുക്കി പറഞ്ഞാൽ വൈവിധ്യവൽക്കരണം, സംസ്കരണം, ഫാം ടൂറിസം എന്നിവയിലൂടെ ഒരു വർഷം 50,000 കോടി വരെ പുതിയ വരുമാനം നേടാൻ സാധിക്കും. ലക്ഷക്കണക്കിന് തൊഴിൽ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതിന് ഫാക്ടറി വ്യവസായം പോലെ വർഷങ്ങൾ കാത്തിരിക്കേണ്ട. ഒരു വിളവെടുപ്പ് ചക്രത്തിൽ 3 മുതൽ 6 മാസം തന്നെ ആദ്യത്തെ വരുമാനം കാണാൻ സാധിക്കും. ഈ തുക കേരളത്തിൻ്റെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 4.5% വരും. ഇത് കേരളത്തിൻ്റെ വാർഷിക IT കയറ്റുമതിക്ക് ഏകദേശം തുല്യമാണ്. അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം കൃഷിയും അനുബന്ധ മേഖലയും ചേർന്നുള്ള GVA യുടെ 2/3 ഭാഗവും വരും. കോവിഡിന് മുമ്പുള്ള വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ടൂറിസം വഴി ലഭിച്ചിരുന്ന മൊത്തം വിദേശ നാണ്യ വരുമാനത്തിന് 5 മടങ്ങോളം വരും ഇത്. ഈ സാധ്യതയുടെ പകുതി, ഏകദേശം 25,000 കോടി
യാഥാർത്ഥ്യമായാൽ പോലും നിലവിലെ 0.5 മുതൽ 1% എന്ന നിലയ്ക്കുള്ള കാർഷിക ജീവിയ വളർച്ചാ നിരക്ക് 5 മുതൽ 6% ഉയരും. കേരളത്തിലെ കർഷകരുടെ കൈകളിലേക്കാണ് ഈ പണം വരുന്നത്. ഇത് സംസ്ഥാനത്തിന് നികുതി വരുമാനം, ടാക്സ് ബോയൻസി വർദ്ധിപ്പിക്കുകയും ചെയ്യും. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നമ്മൾ കടമെടുക്കാൻ കാല് പിടിക്കാൻ നടക്കണം? നമ്മുടെ മുൻഗാമികൾ ഭൂരഹിതർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി. ഇനി ഈ തലമുറയിലെ പരിഷ്കർത്താക്കൾ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകണം. ഏതോ കാലത്ത് നിശ്ചയിച്ച ഒറ്റ വിളകളല്ല, വിപണി ആവശ്യപ്പെടുന്ന വിളകൾ കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. 1985 കൊക്കോ ഉൾപ്പെടുത്തിയ ശേഷം നമ്മൾ എന്തുകൊണ്ട് അഗാധമായ ഉറക്കത്തിലേക്ക് പോയി? പിന്നീട് വന്ന വിളകൾക്ക് എന്ത് അസ്വീകാര്യതയാണ് ഉള്ളത്? റംബുട്ടാനേക്കാൾ എന്ത് ദിവ്യത്വമാണ് റബ്ബറിനുള്ളത്? ചിന്തിക്കണം. നമ്മുടെ കർഷകന്റെ ചങ്ങലകൾ അഴിച്ചുമാറ്റി അവരെ വിശ്വസിക്കാനുള്ള ധൈര്യം കാണിച്ചാൽ ഈ മാറ്റം നമ്മുടെ യുവജനങ്ങളെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരും. നികുതിയില്ലാത്ത ലക്ഷങ്ങൾ വരുമാനം നൽകുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള വിളകൾ കൃഷി ചെയ്യുന്ന പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു യുവ കർഷകന്റെ രൂപമായിരിക്കും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക്. കർഷകന് സർക്കാരിന്റെ ഔദാര്യമോ സബ്സിഡിയോ അല്ല വേണ്ടത്. കൃഷി ചെയ്യാൻ ഭൂമിയും അതിനുള്ള സ്വാതന്ത്ര്യവുമാണ്. നവീകരിക്കാനും വൈവിധ്യവൽക്കരിക്കാനും അഭിവൃദ്ധി നേടാനും. ഐ റിപ്പീറ്റ്, കർഷകന് എന്താ വേണ്ടത്? സർക്കാരിൻ്റെ ഔദാര്യമോ സബ്സിഡിയോ അല്ല വേണ്ടത്. ഈ രണ്ട് സാധനം കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് ഇവിടെ ഈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. അല്ല, ഔദാര്യം സബ്സിഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് സത്യത്തിൽ ഈ കർഷകനെ കളച്ചിടുകയാണ് ചെയ്യുന്നത്. അല്ലെന്ന്. അവർക്ക് വേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മാത്രമാണ് അവർക്ക് മാർക്കറ്റിനനുസരിച്ചിട്ട് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ അവസ്ഥ സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിച്ച ദാരിദ്ര്യമല്ല, മറിച്ച് നമ്മൾ സ്വയം തിരഞ്ഞെടുത്ത ദാരിദ്ര്യമാണ്. എങ്ങനെയാണ് ഈ ദാരിദ്ര്യം നമ്മൾ സ്വയം തിരഞ്ഞെടുത്തത്? നമ്മൾ ദാരിദ്ര്യത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണത്? അവിടെയാണ് ഈ കമ്മ്യൂണിസം കടന്നു വരുന്നത്. കൺമുന്നിൽ കണ്ട 50,000 കോടിയുടെ വരുമാനം നമ്മൾ സ്വയം ചങ്ങലക്കിട്ട് നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയാണ് പഴിക്കേണ്ടത്? വിഷമടിച്ച പച്ചക്കറികളിൽ നിന്നൊരു മോചനം വേണ്ടെന്ന് തീരുമാനിച്ചാൽ പിന്നെന്ത് ചെയ്യാനാകും? കർഷകന് നല്ല വരുമാനം വേണ്ടെന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ഓർക്കുക, കൃഷിയിലൂടെ നേടുന്ന ഈ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം പൂർണ്ണമായും നികുതിരഹിതമാണ്, സീറോ ടാക്സ്. ഈ നേട്ടങ്ങൾ കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോഴും കൃഷിയെ ലാഭം കുറഞ്ഞ വിളകളിൽ നമ്മൾ തളച്ചിടുന്നു. അല്ല, നമുക്ക് വല്ല കുഴപ്പവുമുണ്ടോ? ലോകം മുഴുവൻ സംയോജിത കൃഷിയിലേക്ക്, അതായത് ഇൻ്റഗ്രേറ്റഡ് ഫാമിലേക്ക് മാറുമ്പോൾ ഇത്രയും വലിയ ഭൂപ്രദേശങ്ങളിൽ അശാസ്ത്രീയമായ ഒറ്റവിളകൾ അടിച്ചേൽപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഈ വിഡ്ഢിത്തം തുടരുന്നതിന് മറ്റൊരു നല്ല കാരണം പോലും പറയാനുണ്ടോ? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഇത് നമ്മളെ പഴയ കളക്ടർ ബ്രോ അദ്ദേഹം എഴുതിയാണ്, പ്രശാന്താണ്. ഫോളോ ചെയ്യുക. പല കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധം തന്നെ ഒരു തുറന്നിടുന്ന ഒരു പരിപാടിയാണ്. അത് നമ്മൾ ഏറ്റുപിടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മളുടെ ഡിജിറ്റൽ പാർട്ടിയുടെ ഭാഗമായിക്കൊണ്ട്. എന്ന് വെച്ചാൽ RTI അതിൻ്റെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റുകളെ അക്കൗണ്ടബിൾ ആക്കുന്ന ഒരു പണി, അതൊരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുക. നമ്മൾ ആദ്യത്തെ ഒരു ചുവടുവെപ്പ് അതിലേക്കാണ് വരുന്നത്. സാന്ദർഭികമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വായിച്ചത് കേട്ടല്ലോ. അപ്പോൾ ഭൂപരിഷ്കരണ നിയമം അന്ന് ശരിയാണ്, ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ പോലും ആ നിയമത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് സത്യത്തിൽ ഇന്ന് നമ്മളെ ഈ കൃഷി എന്ന് പറയുന്ന സാധനത്തിൽ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു മേഖലയിൽ കേരളത്തിൽ ഇന്നും പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറേ സബ്സിഡി കൊടുക്കുന്നു, കുറേ മറ്റേ അവർക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കും. എന്നിട്ട് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കർഷകൻ്റെ ചിത്രം, എന്താണ്, വിണ്ട് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന പാടം, ഇതൊക്കെ കാണിച്ചിട്ട് ഈ ഒരു നൊസ്റ്റാൾജിയ വെച്ചുകൊണ്ട് ആളുകളെ ഇമോഷണലി അതിന് ഇങ്ങനെ വെച്ച് തളച്ചിടുന്നൊരു പരിപാടി. ഇതൊക്കെ മാറണം. നമ്മൾ ഈ കൃഷി എന്താണെന്നുള്ള ആധുനിക ലോകത്ത് കണ്ടുപിടിക്കണം. ഇതൊന്നും അല്ല കൃഷി. ഇവിടെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഏതോ സിനിമ നടനൊക്കെ വന്ന് വിത്ത് വെതറുകയും ഇതൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഏത് കാലം കഴിഞ്ഞു പോയി. ഇന്നും ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അല്ല ഇതിൻ്റെ രീതി. ഇതൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഈ പറയുന്നത്. ഇതൊന്നും അല്ല ഇതിൻ്റെ ലാഭം. നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ലാഭം പ്രതീക്ഷിക്കണം, അപ്പോഴേ നിങ്ങൾക്കത് വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആരാൻ്റെ പണം, ആരാൻ്റെ എഫേർട്ട്, ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇങ്ങനെ എറിയുന്നു, മഴ പെയ്താൽ പെയ്ത്, വെയിൽ വന്നാൽ വന്നു, ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇത് നടക്കില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് പുതിയ ആളുകൾ ഇതിലേക്ക് വരാത്തത്. നമ്മൾ പുറത്തുനിന്ന് ആശ്രയിക്കേണ്ടി വരുന്നു. സോ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഭൂപരിഷ്കരണ നിയമം ഒരു വലിയ സംഭവമായിരുന്നു നമ്മൾ വാദത്തിന് സമ്മതിച്ച പോലെ ഇന്ന് അതേ നിയമത്തിലെ വകുപ്പുകളാണ് ഇന്ന് നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിസാം പോയോ? നിസാം പോയില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ഓർക്കുക. നമ്മൾ ഇങ്ങനെ പണ്ടൊരു കാര്യം നല്ലത് നമ്മൾ ചെയ്തു എന്നതിൻ്റെ അർത്ഥം അതെന്നും ഇങ്ങനെ ശരിയായിട്ടിരിക്കും എന്നുള്ളതല്ല. അങ്ങനെയല്ല നമ്മളൊരു കാര്യത്തെ കാണേണ്ടത്. ഇതൊന്നും ദൈവങ്ങൾ കൊണ്ടുതരുന്ന നിയമങ്ങളല്ല, നമ്മൾ തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ. അത് അപ്പോഴത്തെ ശരികൾ, അത് തെറ്റ് നമ്മൾ മനസ്സിലാക്കുകയോ അതല്ലെങ്കിൽ പുതിയത് കണ്ടെത്തേണ്ട ഒരു നിർബന്ധിതാവസ്ഥ വരുമ്പോൾ അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പഴയ ഉപ്പുപ്പാക്ക ആന ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. കാലം തള്ളി നിൽക്കും. അതാണ് ഉണ്ടാവുക. നാട് വിട്ടു പോവാണ് ആളുകൾ.
ക്യൂബ മുകുന്ദൻ പോലും ക്യൂബയിലേക്ക് പോയിട്ടില്ല. പക്ഷെ മറ്റേ ആൾ പറഞ്ഞത്, നമ്മുടെ ഷിറാസ് പറഞ്ഞത് ചില ആളുകളൊക്കെ ക്യൂബയിലേക്ക് പോകുന്നുണ്ടെന്നാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. യെസ്, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ആ യെസ്, പോക്കിരി എന്ന് പറഞ്ഞു. ട്രാവൽ വ്ളോഗർ പൊളിച്ച് കാണിച്ചിട്ടുമുണ്ട്. അതെ അതെ, അത് നമ്മളുടെ സുജിത് ഭക്തൻ. അതെ, സുജിത് ഭക്തൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കൂടി പഞ്ഞി കിട്ടുന്നുണ്ട്. അതെ, ഷിറാസിന്റെ കാര്യം വീണ്ടും ആരിഫ് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം നേരത്തെ പറയാൻ ഓർത്തതാണ്. ഞാൻ പകുതി ഇസ്ലാമായി, ഞാൻ മതം ഇപ്പം എന്താ പറയാ വിട്ട മതത്തിലേക്ക് തിരിച്ചു പോയി. കാരണം ക്ഷമ ഈമാന്റെ പകുതിയാണെന്നാണ്. ഓ, അങ്ങനെ അത്രയും ക്ഷമിച്ചിരിക്കായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു നല്ല അസൽ മുസ്ലിമാണെന്ന് പറയേണ്ടി വരുമല്ലോ. അതെ, അല്ല പുള്ളി ഒരു ഫാക്റ്റും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോണത്. അല്ല, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മളിവിടെ ഇപ്പൊ ആളുടെ മൈൻഡ് സെറ്റ്, നമുക്ക് വേണമെങ്കിൽ ആൾ എന്തെല്ലാം പറയാം, വോക്കാണെന്ന് പറയാം, കമ്മിയാണെന്ന് പറയാം, അന്തം കമ്മിയാണ്, എന്തൊക്കെ പറയാം. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കണക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ആള് ഫുള്ള് നമ്മളെ എന്താ പറയാ നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളാണ് വ്യക്തിപരമായിട്ട്. നമ്മൾ അങ്ങോട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ മാറുമ്പോഴും നമ്മൾ ആ വിഷയം സംസാരിക്കുക ചെയ്യും. ആള് ആരിഫ് ശ്രദ്ധിച്ചോ, ആള് വിഷയത്തിൽ നിന്ന് തെന്നി മാറുകയാണ്. അപ്പൊ നമ്മൾ ആ വിഷയം ചോദിക്കുമ്പോ പിന്നെയും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, ചാടി കളിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ മൈൻഡ് സെറ്റ് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മൈൻഡ് സെറ്റ് രൂപീകരിക്കണത് എങ്ങനെയാണെന്നുള്ളതല്ലേ അതിൻ്റെ പ്രധാന പ്രശ്നം. നമ്മൾ ആ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മൈൻഡ് സെറ്റ് രൂപീകരിച്ചു, അല്ലാതെ വെറുതെ എന്തെങ്കിലും കെട്ടുകഥയുടെ അടിസ്ഥാനത്തിലല്ല. കണക്കുകൾ നമ്മുടെ മൈൻഡ് സെറ്റിന് വിരുദ്ധമാണ്. അല്ല, ഈ മൈൻഡ് സെറ്റാണ് നമ്മുടെ ആ ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റാണ് രൂപീകരിക്കപ്പെടേണ്ടത് എന്നാണ് എല്ലാരോടും നമ്മൾ പറയണത്. അത്രേ ഉള്ളൂ. അത് ഇവർക്ക് പറ്റുന്നില്ല. ചില എയർപോർട്ടിലൊക്കെ പോകുമ്പോ ഈ പറയുന്ന മുസ്ലിം പേരുകൾ വരുമ്പോ ഈ പറയുന്ന ചെക്ക് കുറച്ച് കൂടുതലായിരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജിഹാദി ആയതുകൊണ്ടല്ലോ, ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്നുള്ളൊരു വാക്കിന് അവിടെ പ്രാധാന്യം വരുന്നത്. അതെ, എയർപോർട്ടിൽ മുസ്ലിം പേര് പറഞ്ഞ ഡബിൾ ചെക്കിംഗ് ആണ്. അതെ അതെ, തീവ്രവാദിയാണെന്ന്. അല്ല, അത് എന്താ ഈ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയണതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണെന്ന് അറിയാം, നേരത്തെ വിളിച്ച ആളും ഇപ്പൊ വിളിച്ച ആളും എല്ലാം പറയണതില് ഈ ജിഹാദി എന്ന് പറയുന്ന വാക്ക് ഒരു മോശം വാക്കാണെന്ന് ഇവർക്കൊക്കെ അറിയാം. ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഒരു മോശമാണെന്ന് ഇവർക്കറിയാം. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ജിഹാദ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തല വെട്ടിക്കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് വീട്ടിൽ നിന്ന് പുറത്താക്കുക, സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക, മഹലിൽ നിന്ന് പുറത്താക്കുക, അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ എല്ലാം ജിഹാദാണ്. അതറിയുന്നില്ല ഇവർക്ക്. പിന്നെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ആ ഒരു സാധനം, the qualities or abilities that somebody something has but that may not be fully developed yet. ഇതാണ് കാര്യം. അതായത് ഒരാളുടെ ഉള്ളിലുള്ള ഒരു സംഗതിയോ ഒരു കാര്യമോ അത് വലിയൊരു സംഗതിയായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു സംഗതി പരിപൂർണമായിട്ടും എത്തിയിട്ടില്ല, പക്ഷെ എത്തിപ്പെട്ടേക്കാം എന്നുള്ളതാണ് ആ പൊട്ടൻഷ്യൽ എന്നുള്ള വേർഡിന്റെ അർത്ഥം. അത് മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക്. ഈ അടുത്ത് ജബ്ബാർ മാഷ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ പ്രശ്നം. പക്ഷെ മാഷ് തന്നെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. അതിനകത്ത് മാഷ് എഴുതുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഞാൻ എടുക്കാം. അതൊരു ഭയങ്കര രസമുള്ളൊരു സാധനമായിരുന്നു. മാഷ് ഒരു പത്രത്തിൽ കൊടുത്തൊരു ആർട്ടിക്കിളാണ്. കണ്ടിരുന്നു? അത് കണ്ടായിരുന്നു. അത് അതിന്റെ മുകളിൽ ചർച്ച ഉണ്ടായിരുന്നല്ലോ. ചർച്ച വന്നു. അതിന്റെ മേലെ ചർച്ചയുണ്ടായിരുന്നു. എന്നിട്ട് അതില് തന്നെ മാഷ് തന്നെ കുറെ തെറിയൊക്കെ കേട്ടിട്ട് മാഷ് തന്നെ അതിന്റെ വിശദീകരണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം നമ്മൾ പറയണ അതേ സാധനം തന്നെ മാഷ വീഡിയോയിലും വന്നു. അതെ, ആ സാധനമാണ് അതിൽ വരുന്നത്. ഇപ്പൊ മാഷ അതിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഇസ്ലാമാണോ മുസ്ലിമാണോ പ്രശ്നം, ഇതാണ് ചോദ്യം. ഓക്കെ, ഒരു ആർട്ടിക്കിളാണ്, കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇതാണ് സാധനം, മുസ്ലിം അല്ല പ്രശ്നം ഇസ്ലാമാണ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ. കാണുന്നുണ്ടോ? അയ്യോ, വെളിച്ചം കൂടുതലാണെന്നല്ലേ. അയ്യോ, അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ അതിലിതാണ്, മുസ്ലിമാണോ ഇസ്ലാമാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ് പ്രശ്നം. ഓക്കെ, ഒരു മുസ്ലിമിൽ ഇസ്ലാമിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചാണ് അവൻ അപകടകാരിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുക. നോട്ട് ദ പോയിന്റ്. ഒരു മുസ്ലിമിൻ്റെ തലച്ചോറിനകത്ത് എത്രമാത്രം വിശ്വാസത്തിൻ്റെ അളവ് കൂടുന്നോ അതിനനുസരിച്ച് അയാൾ യഥാർത്ഥ മുസ്ലിം എന്ന തലത്തിലേക്ക് പോകും. യഥാർത്ഥ മുസ്ലിം എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി എന്തായിരുന്നോ അതായി മാറുമെന്നാണ് അർത്ഥം. ഇവിടുത്തെ ഭൂരിപക്ഷം വിശ്വാസികൾക്കും ഇസ്ലാം എന്തെന്ന് അറിയില്ല. ഇസ്ലാം പൊക്കിപ്പിടിക്കുന്ന അമുസ്ലിങ്ങളായ എഴുത്തുകാർ, ബുദ്ധിജീവികൾ തൊട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള ആർക്കും യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ആഴത്തിൽ അറിയാൻ സാധ്യതയില്ല. അവരൊക്കെ സെക്യുലറായി ജീവിക്കുന്ന സാധാരണ മുസ്ലിമുകളാണ്. ഇവിടെയുള്ള
സാധാരണ പാരമ്പര്യ സുന്നി മുസ്ലിങ്ങളാണ്, അപകടരഹിതമായ സമ്മിശ്ര സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ് അവരൊക്കെ. ഇവർക്ക് യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയില്ല. മുജാഹിദ് വന്നതിന് ശേഷമുള്ള സലഫിസത്തിൽ നിന്നാണ് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ വന്നിട്ടുള്ളത്. ഈ സലഫിസത്തിൽ നിന്നാണ് സുന്നി മുസ്ലിമുകൾ പോലും വിഷം പ്രചരിപ്പിക്കുന്നവരായി മാറിയത്. സലഫിസമാണ് അപകടകരമായ ഇസ്ലാം, അതാണ് ഗ്രന്ഥത്തിലുള്ള ഇസ്ലാം. എന്നാൽ പാരമ്പര്യ ഇസ്ലാം ഗ്രന്ഥത്തിലുള്ളതല്ല. സൂഫി പാരമ്പര്യത്തിൽ നിന്നാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വരുന്നത്. അതിൽ മുസ്ലിമുകൾ മാത്രം അല്ല, മറ്റു മതസ്ഥരും വരും. ഇതാണ് മാഷ എഴുതിയത്. ഇതന്നെയല്ലേ നമ്മൾ പറയുന്നത്. അതായത് പണ്ട് നമ്മൾ ഈ പറയുന്ന വാദം നമുക്ക് വെക്കാൻ കഴിയില്ല, വെക്കേണ്ട ആവശ്യമില്ല. കുറേ കഴിയുമ്പോൾ ഇനി ഭാവിയിൽ ഒരു 10, 20, 30 വർഷം കഴിഞ്ഞാൽ അന്നും നമ്മളിത് പറയേണ്ടി വരില്ല. കാരണം എന്താണ്, ഈ സലഫിസം എന്ന് പറയുന്ന സാധനം ഇവിടെ കോർണർ ചെയ്യപ്പെടും. കാരണം അതിൻ്റെ ഉത്ഭവ കേന്ദ്രം നമ്മളുടെ സൗദിയാണ്. അവിടുന്ന് തന്നെ അതിൻ്റെ മുരട് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അവിടെ പറഞ്ഞാൽ ജയിലിൽ പോകും. ഇന്ന് അവിടെ പോയിട്ട് പറഞ്ഞ ലോകത്ത് എവിടെയെങ്കിലും ഈ തബ്ലീഗ് ജമാഅത്തിനെ എവിടെയെങ്കിലും ബാൻ ചെയ്തിട്ടുണ്ടോ? ഒരേ ഒരു സ്ഥലത്തെ ബാൻ ചെയ്തിട്ടുള്ളൂ, അത് സൗദിയാണ്. അവരതിനെ വിളിച്ചതെന്താണ്, ഗേറ്റ് വേ ടു ടെറർ എന്നാണ് അവരതിനെ വിളിച്ചത്, തബ്ലീഗ് ജമാഅത്തിന്. നമ്മളിവിടെ എപ്പോഴും ഇന്ത്യക്കാർ ബാൻ ചെയ്തിട്ടുണ്ടോ ഇന്ത്യയിൽ? ഇല്ല. നമ്മളിപ്പോഴും അതിനെ അത് മറ്റൊരു മുസ്ലിം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ടീമാണ്. ആദ്യം ബാൻ ചെയ്യേണ്ട സാധനം ജമാഅത്ത് ഇസ്ലാമിനേക്കാൾ കൂടുതൽ മുന്നേ ബാൻ ചെയ്യേണ്ട ആളുകളാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഒരുക്കുന്ന മണ്ണിൽ നേരെ ചെന്ന് ചാടി കൊടുക്കുന്ന ആളുകളാണ് ഈ തബ്ലീഗ് ജമാഅത്തിലെ ആളുകൾ. ഇപ്പോൾ ഈ കാസിമി, ഇതുപോലെ ഈവൻ നമ്മുടെ PDPയിലുള്ള ആൾ, നമ്മളുടെ മറ്റേ മഅദനി, ഇവരൊക്കെ ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ ആശയം കുറച്ചൊക്കെ ലാഞ്ചന ഏറ്റിട്ടുള്ള ആളുകളാണ്. ഈ ദിയോബന്ദ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ദിയോബന്ദ് മദ്രസ താലിബാൻ്റെ മദ്രസയാണത്, നമ്മുടെ ഇന്ത്യയിലാണത് നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ അത് പ്രശ്നമാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. മുസ്ലിങ്ങൾക്ക് ഇതൊരു വാണിംഗ് ആണ്, എവറി മുസ്ലിം. അപ്പോൾ മുസ്ലിമിന് തോന്നണം, അവരിങ്ങനെയൊക്കെ പറയണ്ടല്ലോ, എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയും. ഞാനും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ആണോ? ഞാൻ ഇങ്ങനെ ചെയ്താൽ ഞാനൊരു ജിഹാദിയായി മാറില്ലേ? അതുകൊണ്ട് ഞാനത് ചെയ്യാതിരിക്കണ്ടേ എന്ന് മുസ്ലിമിന് തോന്നണ്ടേ? ഇതേ നമ്മൾ വെക്കണുള്ളൂ. അപ്പോൾ ആ ഒരു ആശയം അവരിലേക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അത് നിലവിൽ അത് കൊടുത്തേ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ എസൻസിൻ്റെ വേദിയിൽ നിന്ന് ഒരു തോക്കിൻ്റെ വാർത്ത വന്നപ്പോൾ തന്നെ മുസ്ലിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത എന്താ, നമ്മുടെ ആളല്ലേ, സമാധാനമായി എന്നല്ലേ. എന്തിനാണ് അവരെങ്ങനെ ആശ്വസിക്കുന്നത്? അവരെന്തിനാണ് നമ്മളാവാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നുന്നല്ലേ. അതുകൊണ്ടല്ലേ അവർക്ക് ആശ്വാസം വരുന്നത്. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഏതെങ്കിലും ഹിന്ദു അങ്ങനെ ചിന്തിക്കുമോ? നമ്മളാവരുതേ, ആളെ പിടികിട്ടിയപ്പോൾ ഇനിയിപ്പോൾ പേര് എന്തോ അജീഷ് എന്നാണ്, എന്നിട്ട് പോലും ഹിന്ദുക്കൾ നമ്മുടെ ആളായി പോയി എന്നുപോലെ അവർ പറയുന്നില്ല. ആരെങ്കിലും അതിനെ പോയിട്ട് തള്ളി പറയുന്ന ഒരു ഗതികേട് ഹിന്ദുവിനുണ്ടോ അവിടെ? ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾ എന്താ പറയുക, ഇനി അഥവാ ഒരു മുസ്ലിമിനെ പിടിച്ചു എന്ന് പറയാം, അവൻ എക്സ് മുസ്ലിമാണെന്ന് പറയും. ഇപ്പോൾ മദ്രസ പീഡനം നടത്തുന്ന ഉസ്താദുമാരൊക്കെ എക്സ് മുസ്ലിങ്ങളാണെന്ന് ഇപ്പോൾ പറയുന്നത്. ഇതാണ് ഇപ്പോൾ അവരുടെ ഗതികേട്. കാരണം അത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് ഈ സാധനം നടക്കും. മദ്രസയിൽ നിന്നും ഒരു പീഡനം, ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ അത് ആരാവനാ സാധ്യത എന്നാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇന്നിപ്പോൾ അത് വേറൊരു വാർത്ത വന്നിട്ടുണ്ട്. ആള് മദ്രസ ഉസ്താദാണ്, മുനീർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പറഞ്ഞോന്നറിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഇടാം. പുള്ളി മദ്രസയിൽ വെച്ചിട്ട് പീഡിപ്പിക്കുന്നത് കൂടാതെ പുള്ളി ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൽ കൈ കാണിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടാവില്ലേ സ്കൂളിൽ നിന്ന്, അങ്ങനെയുള്ള കുട്ടികളെ ബൈക്കിൽ കയറ്റിയിട്ട് ആ കുട്ടികളെ പീഡിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് 10, 300, 250 ക്യാമറകൾ, CC ക്യാമറകൾ നോക്കിയിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് അറസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത് ഇന്നലെയായിട്ട്. അതായത് സെക്ഷൽ പ്രിഡേഷൻ. ഇതാണ് സെക്ഷൽ പ്രിഡേഷൻ എന്ന് പറയുന്നത്. അതാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികളെ ഇതേപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന മദ്രസ ഉസ്താദന്മാർ. അതായത് അവൻ നിങ്ങളെ തേടിയെത്തും എന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരി മദ്രസയിൽ വരുന്ന കുട്ടികളെ പീഡിപ്പിക്കണത് പോട്ടെ, ഇത് ബൈക്ക് കൊടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പീഡിപ്പിക്കുക, ബൈക്കിൽ വെച്ച് പീഡിപ്പിക്കുക, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി. ഇതാണ് പരിപാടി, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ വ്യാപകമായിട്ട് മദ്രസ പീഡനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ എന്താ നമ്മൾ പറയാം, ഇതാണ് അവസ്ഥ. യെസ്, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.